നിക്ഷേപ പ്രസംഗവുമായി CPM കൊട്ടാരക്കര ഏരിയ സെക്രട്ടറി PK ജോൺസൺ. മലപ്പുറം, കാസർഗോഡ്, മലബാർ ഭാഗങ്ങളിൽ നിന്ന് ബസ് പിടിച്ച ആളുകൾ തിരുവനന്തപുരത്ത് വന്നിറങ്ങുന്നു. 1-2 ആഴ്ച താമസിച്ച് കാര്യങ്ങൾ സാധിച്ച് തിന്നു കുടിച്ച് മുടിച്ച ശേഷമാണ് പോകുന്നത്. മന്ത്രിയുടെ ഓഫീസിലോ സെക്രട്ടേറിയറ്റിലോ കയറാൻ പറ്റാത്ത സ്ഥിതിയാണ്. തിരുവനന്തപുരത്ത് ഹോട്ടൽ റൂം കിട്ടണമെങ്കിൽ 6 മാസം മുൻപ് ബുക്ക് ചെയ്യണമെന്നും PK ജോൺസൺ പറയുന്നു. തിരുവനന്തപുരത്തേക്ക് പോകാനേ കഴിയില്ല. അതിനെ കൊണ്ട് വലിയ ബുദ്ധിമുട്ടാണ്. ഒരു മന്ത്രിയുടെ ഓഫീസിൽ ചെന്ന് കയറാൻ പറ്റില്ല, സെക്രട്ടേറിയറ്റിൽ ഒട്ടും ചെല്ലാൻ കഴിയില്ല. കതറെടുക്കുക, രാവിലെ തേച്ച് മടക്കി വടിപോലെയാക്കി, ആ വടിപോലെയാക്കി കതറ വിട്ടുകൊണ്ട് തിരുവനന്തപുരം സംസ്ഥാന സെക്രട്ടേറിയറ്റിന് മുമ്പിലും തിരുവനന്തപുരത്തും അവിടുത്തെ ഹോട്ടലുകളിലുമല്ല. പണ്ട് അവിടുത്തെ 3 സ്റ്റാർ 4 സ്റ്റാർ 5 സ്റ്റാർ ഹോട്ടലുകളിലൊന്നും ആളുകളൊന്നുമില്ലായിരുന്നു. പക്ഷെ ഇപ്പോ ബുക്ക് ചെയ്യണമെങ്കിൽ, അവിടെ റൂം വേണമെങ്കിൽ 6 മാസം മുമ്പ് ബുക്ക് ചെയ്യണം. കാര്യം 6 മാസത്തേക്ക് ബുക്ക് ചെയ്തിട്ടിരിക്കുകയാണ്. ഈ മലപ്പുറം, കാസർഗോഡ്, മലബാർ സൈഡികളൊക്കെ വരുന്നത് ബസ് പിടിച്ച് ആളുകൾ വന്ന് ഇറങ്ങുകയാണ്. ഇറങ്ങിക്കഴിഞ്ഞാൽ 1-2 ആഴ്ച അവിടെ താമസിച്ച് കാര്യങ്ങളെല്ലാം സാധിച്ച് പിന്നെ കുളിച്ച് മുടിച്ച് ബാക്കി ഞാൻ പറയുന്നില്ല. ഇതെല്ലാം കഴിഞ്ഞിട്ടാണ് ഇവർ പോകുന്നത്. നിരന്തര ഷാപ്പികളിലേക്കല്ല കിടക്കുന്നത്. വേറെ വിവരങ്ങളുമായിട്ട് കണ്ണൻ. പുറത്തുനിന്ന് ആളുകൾ വരുന്നു, തിന്നു കുടിച്ച് മുടിച്ചു പോവുകയാണെന്നാണ്. എന്താണ് അദ്ദേഹത്തിന് ഇത്ര വൈഷമ്യം? ഈ കാസർഗോഡ്, മലപ്പുറം, കോഴിക്കോട് തുടങ്ങിയ മലബാർ മേഖലയിലുള്ള ആൾക്കാർക്ക് തിരുവനന്തപുരത്ത് വന്നു പോയിക്കൂടെ എന്തെങ്കിലും പ്രശ്നമുണ്ടോ എന്നുള്ളതാണ് തിരിച്ചു ചോദിക്കേണ്ടത്. കാര്യം അവിടെ നിന്ന് ആൾക്കാർ വരുന്നത് വലിയ രീതിയിൽ പ്രശ്നങ്ങളാണ്. ഈ സെക്രട്ടേറിയറ്റിലേക്ക് കയറാൻ സാധിക്കുന്നില്ല. അതുപോലെ തന്നെ അവിടെ ഹോട്ടലുകൾ ബുക്ക് ചെയ്യാൻ സാധിക്കുന്നില്ല. 6 മാസം മുമ്പേ ഹോട്ടലുകൾ ബുക്ക് ചെയ്യണം. മലബാർ മേഖലയിൽ നിന്നുള്ള ആൾക്കാർ എത്തി അവിടെ തിന്ന് മുടിച്ചു പോവുകയാണെന്നൊക്കെ പറഞ്ഞാണ് ഈ PK ജോൺസൺ സംസാരിക്കുന്നത്. ഇന്ന് കൊട്ടാരക്കര ഉമ്മന്നൂർ പഞ്ചായത്ത് വഴി LDFന്റെ ഒരു യോഗം ഉണ്ടായിരുന്നു. ആ യോഗത്തിൽ വെച്ചാണ് ഇത്തരത്തിലുള്ള ഒരു അധിക്ഷേപ പ്രസംഗം PK ജോൺസന്റെ ഭാഗത്തു നിന്ന് ഉണ്ടായത്. കൊട്ടാരക്കര CPM ഏരിയ സെക്രട്ടറിയാണ് PK ജോൺസൺ. ആ വ്യക്തിയാണ് ഇത്തരത്തിലുള്ള ഒരു അധിക്ഷേപ പ്രസംഗം നടത്തിയിട്ടുള്ളത്. ഈ സ്ഥലത്തു നിന്നുള്ള ആൾക്കാർക്ക് ഇവിടെ തിരുവനന്തപുരത്ത് വരികയും അവിടെ സെക്രട്ടേറിയറ്റ് പോവുകയും ഒക്കെ തന്നെ അതിനുള്ള അവകാശങ്ങളും ഒക്കെയുള്ള ആൾക്കാരാണ്. അങ്ങനെയൊക്കെയുള്ള ഒരു നാടിന്റെ പേര് പറഞ്ഞ് വിമർശിക്കുന്നത് മോശമായിട്ടുള്ള, അതൊരു അധിക്ഷേപകരമായിട്ടുള്ള കാര്യമാണ്. ഈ പരിപാടിയിൽ മുൻമന്ത്രി കൂടിയായിട്ടുള്ള KV ഗണേഷ് കുമാർ അടക്കമുള്ള ആൾക്കാർ പങ്കെടുത്ത ഒരു പരിപാടി കൂടിയാണ്. ആ പരിപാടിയിലാണ് ഇത്തരത്തിലുള്ള ഒരു അധിക്ഷേപ പ്രസംഗം PK ജോൺസന്റെ ഭാഗത്തു നിന്നുണ്ടായത്.